പോലെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് പ്രയോജനപ്പെട്ട കാര്യമില്ല, നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട കാര്യത്തിന് വേണ്ടിയാണ് പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു തീർക്കാം. വേറെ ഒന്നുമല്ല, എന്നെപ്പോലെ പ്രവാസികളുടെ ജീവിതത്തിൽ മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, സെൽഫ് കുക്കിംഗ്. വേറെ ഒന്നും അല്ലടാവേ, ഉണ്ടാക്കാൻ അറിയാൻ മേല. അപ്പം ഞാൻ ഇന്ന് നൈറ്റ് കഴിഞ്ഞിട്ട് ഭയങ്കര ടയർഡായിട്ട് വന്നിരിക്കണം. എന്തുണ്ടാക്കും, ചോറുണ്ടാക്കണം, കൂട്ടാൻ ഉണ്ടാക്കണം, അത് എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പം 1/2 കിലോ തക്കാളി ചോദിച്ചപ്പം 2 കിലോ തക്കാളി എന്ന ഡെലിവറി ബോയിനെ ഞാൻ സ്മരിച്ചുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചു തക്കാളി ചോറ് ഉണ്ടാക്കാമെന്ന്. സിമ്പിളാടോ, പെട്ടെന്ന് ഉണ്ടാക്കാം, വളരെ ടേസ്റ്റാണ്, ഭയങ്കര ഗംഭീരമൊന്നും പറയത്തില്ല. നമ്മളിപ്പോൾ ഉള്ളവർക്ക് തട്ടിക്കൂട്ടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് വയറ് നിറച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ. അപ്പോൾ അതിൻ്റെ ഈ വീഡിയോയിൽ അത്രയും ദൈർഘ്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയാം. എന്തായാലും എൻ്റെ തക്കാളിച്ചോറ് നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ. വേറെ ഒന്നുമല്ലടോ, തക്കാളി ഇറുക്ക, തക്കാളി ഉണ്ടോ, ചോറ് ഇറുക്ക, ചോറുണ്ടോ, മതി, തക്കാളിച്ചോറ് റെഡി, ഫിനിഷ്. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഡീറ്റെയിൽസ് പറയാം. അതിന് മുമ്പ് നമുക്ക് തക്കാളിച്ചോറ് ഒന്ന് കണ്ടു നോക്കാം. കൂട്ടുകാരെ, ഇതാണ് എൻ്റെ തക്കാളിച്ചോറ്, തക്കാളിയും ചോറും വെച്ച തക്കാളിച്ചോറ്. പിന്നെ ഇതിൻ്റെ നാട് നമ്മൾ ആക്ച്വലി ഇതിനെ സാലഡ് എന്ന് പറയും. പിന്നെ ഇത് പപ്പറ്റ്, പിന്നെ എനിക്ക് അച്ചാർ ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് നിറപറയുടെ വെളുത്തുള്ളി അച്ചാർ. ഇത് നല്ലൊരു സൂപ്പർ ടേസ്റ്റ് സാധനമാണ്, വലിയ ഗംഭീരം എന്ന് പറഞ്ഞാൽ നമുക്ക് തട്ടിക്കൂട്ടൊരു സാധനം. ഓക്കെ, എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണുന്ന ഒരു പ്രവാസിയും ആഹാരം ഉണ്ടാകാതെ പട്ടിണി കിടക്കാൻ പാടില്ല. അപ്പം അടുത്ത വീട്ടിലേക്കും കാണും വരെ ഹിസ്മി ബെൻസ് ബി ഹസൻ. ഓ ബൈ.